ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ ഇന്ന് വന്ന സണ്ണി ജോസഫിനെതിരെ വന്ന ഒരു ബാനർ നട്ടു നനച്ച് വളർത്തിയവരെ ഇല്ലായ്മ ചെയ്താൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളതാണ്. നോക്കൂ, സംഘടനാ ചുമതല, സംഘടനയെ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് നയിക്കേണ്ട സണ്ണി ജോസഫിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ബാനർ എഴുതുകയും ചെയ്യുകയാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം. ആ സംഘടനാ സംവിധാനം പണിയെടുത്താണ് 10-25 ദിവസത്തിനുള്ളിൽ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടപ്പിലാക്കി ഈ മുന്നണി അധികാരത്തിലെത്തിക്കേണ്ടത്. അല്ല മാധു, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. ഞങ്ങൾക്ക് ജയിക്കുക എന്നുള്ളത് നിങ്ങളെക്കാൾ, കേരളത്തിലെ മാധ്യമങ്ങളെക്കാൾ, CPM-നേക്കാൾ, BJP-യേക്കാൾ, രാഷ്ട്രീയ നിരീക്ഷകരെക്കാൾ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി സമര പോരാട്ടങ്ങൾ നടത്തുന്ന UDF ജയിച്ച് അധികാരത്തിലെത്തുക എന്നുള്ളത്. അതുകൊണ്ട് ജയിക്കുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് മെനയുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതാണോ നിങ്ങളുടെ സ്ട്രാറ്റജി? അല്ല, ഒരു കാര്യം പൂർത്തിയാക്കട്ടെ തിരക്കൂട്ടല്ലേ. ഞങ്ങളത് പൂർത്തിയാക്കും, ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്യും. ഇനി 20 ദിവസം കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറ്റും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭ ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഇതേ കോൺഗ്രസ് സംവിധാനം, നിങ്ങൾ പറഞ്ഞ ഈ ലൂസ് സിസ്റ്റം, ഈ കേഡർ പാർട്ടി അല്ലാത്ത പാർട്ടി ഞങ്ങൾ പോരാടി തന്നെയാണ് ജയിച്ചത്. ഞങ്ങളെ കൊണ്ട് അത് സാധിക്കുമെന്നുള്ളത് ഞങ്ങളുടെ ബോധ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള സമയവും സാഹചര്യവും ഞങ്ങൾ പറയുന്നിടത്ത് തന്നെ ആ വലിയ വ്യത്യാസം പ്രകടമാണ് ഡോക്ടർ ജിൻഡോ ജോൺ. കാരണം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ആരാണ്? കോൺഗ്രസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിയാണ്, പാലക്കാട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സംഘടനാ സംവിധാനം അവിടെ പണിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന് പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പോയി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം രാപ്പകൽ പണിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ കാണാനില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താ? KPCC അധ്യക്ഷനെതിരെ ബാനർ എഴുതലോ? മാധു, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അങ്ങനെ ബാനർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് കണ്ടെത്തണം. കോൺഗ്രസ് പ്രവർത്തകരാരും ചെയ്യില്ല. ഇത്രയും വലിയ നിർണായക സമയത്ത് കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റിനെതിരെ ബാനർ എഴുതുന്നത് കോൺഗ്രസ് പ്രവർത്തകരായിരിക്കില്ല. അവരായിരിക്കും കോൺഗ്രസ് പ്രവർത്തകരായിരിക്കില്ല. ഇനി മാധുവിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ബൈ ഇലക്ഷൻസിന് ഇത് സ്വാഭാവികമായിട്ട് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ്. ഹലോ, കേൾക്കാം. എനിക്ക് കേൾക്കാമല്ലോ. അത് മറ്റാരോ സംസാരിക്കുന്നതാണ്, പറയൂ. ഓക്കെ. ബൈ ഇലക്ഷൻസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൽ താരതമ്യേന സൗകര്യപ്രദമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളത് പലപ്പോഴും നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചാൽ ജയിക്കുമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പലിനേക്കാൾ മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പേര് KK ശൈലജ എന്നാണ്. 1 ലക്ഷത്തിലധികം വോട്ടിനാണ് പിന്നീട് വൈകി ചെന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പൽ വടകരയിൽ ജയിച്ചത്. അല്ല ഡോക്ടർ ജിൻഡോ ജോൺ, പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വടംവലി വളരെ ദൃശ്യമാണെന്നുള്ളതാണ്. അങ്ങ് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഈ പറയുന്ന നേതാക്കളുടെ എല്ലാം പ്രതികരണങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ഇല്ല എന്ന് പറഞ്ഞ് സ്വയം റദ്ദ് ചെയ്യുന്നല്ലാതെ എന്താണ് അതിൽ കാര്യം? മാധു, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ ഒരു വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടപെടല്ലേ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇപ്പം ഈ പറഞ്ഞ ആളുകളെല്ലാം കോൺഗ്രസിനെ എയിം ചെയ്താണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ പോയിന്റ്സ് പ്ലേസ് ചെയ്യണമല്ലോ. പാലക്കാട് ബൈ ഇലക്ഷൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി. പക്ഷേ CPM-ൻ്റെയോ ഞങ്ങളെക്കാൾ വൈകി. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ആൾക്ക് വേണ്ടിയിട്ട് അവരവിടെ സ്ഥാനം ഒഴിച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു, P സരീന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വൈകുന്നതല്ലല്ലോ കേരളത്തിലെ പ്രശ്നം. 10 വർഷമായി കേരളത്തിലെ സാധാരണക്കാരെ ഭരിച്ചു മുടിച്ച് സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി രൂപപ്പെടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിന് സാഹചര്യം ഒരുക്കുന്ന രീതിയിൽ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാം. വീമ്പ് പറച്ചിൽ 24 മണിക്കൂറും 48 മണിക്കൂറും ഒക്കെ. എൻ്റെ പൊന്നു മാധു, 2025 ഡിസംബർ മാസവും 26 ജനുവരി മാസവും ഒക്കെ കഴിഞ്ഞ മാസമൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടോ CPM-നകത്ത് ഈ ചരിത്രത്തിലില്ലാത്ത വിധം പൊട്ടിത്തെറികളും പല്ലുകടിയും കൂട്ടമാലപ്പടക്കം പോലെ ആളുകൾ മുഴുവൻ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുമെന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ജയസാധ്യതയുണ്ടെങ്കിൽ അതുകൂടി പരീക്ഷിക്കേണ്ടതുണ്ടല്ലോ, അതുകൂടി ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും KPCC മാത്രം തീരുമാനിക്കുന്നതല്ല. അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ഡലങ്ങളിലും നിങ്ങൾ വിസ്മയം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കാലം പണിയെടുത്ത കോൺഗ്രസ്സുകാരൊക്കെയോ? മാധു, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇത്രയും കാലം പണിയെടുത്ത കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ട് മാധുവിന് ഉണ്ടാണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ജയിക്കുക എന്നുള്ളതാണ് ഈ പരാതികൾ പറയുന്നത്. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളി പരാതി പറയുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. അവിടെ നിൽക്കട്ടെ. എം ലിജു അമ്പലപ്പുഴയിൽ ഇത്രയും കാലം പണിയെടുത്ത ഒരാളല്ലേ? ഒരു വിസ്മയം വന്നപ്പോൾ നിങ്ങൾ എം ലിജുവിനെ മാറ്റി നിർത്തുകയാണ്. മാധു, നിങ്ങൾ എന്ത് ബാലിശമായിട്ടാണ് ഈ പറയുന്നത്? ഇവിടെ K സുധാകരനെ ഞങ്ങൾ കേൾക്കാനെടുക്കുന്ന സമയം G സുധാകരനെ ആട്ടിപ്പായിക്കുന്ന CPM-നോടുള്ള ഞങ്ങളുടെ ഉത്തരം കൂടിയാണ്.
അത് ഞങ്ങൾ കാണിക്കുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ മര്യാദ കൂടിയല്ലേ. ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാൻ എടുക്കുന്ന സമയം ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്, ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പുറത്ത് അത്തരം ആളുകളെ വർഗ്ഗവഞ്ചകരെന്ന് പറഞ്ഞ് ആട്ടി പുറത്തേക്ക് അയക്കുമ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തീരുമാനിക്കട്ടെ എന്നേ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷൻ നോമിനേഷൻ കൊടുക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ളിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചാൽ പോലെ. ഈ ജി സുധാകരന്റെ പൊട്ടിത്തെറിയൊക്കെ ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിനൊക്കെ മുൻപാണ് സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതുപോലെയല്ല, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് അതിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അത് സാധ്യമാകാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അത് സാധ്യമാകില്ല എന്നെങ്ങനെയാണ് നിങ്ങൾ പറയാൻ? നിങ്ങൾ പറഞ്ഞ സമയമൊക്കെ കടന്നുപോയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് 24 മണിക്കൂറിനുള്ളോ 44 മണിക്കൂറിനുള്ളിലോ ഇത് പ്രഖ്യാപിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് നിങ്ങളുടെ നേതാക്കളാണ്. ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കറിയാമോ തളിപ്പറമ്പിൽ അവരുടെ ആളുകൾ പൊട്ടിത്തെറിക്കുമെന്ന്, അതുപോലെ പയ്യന്നൂരിൽ പൊട്ടിത്തെറിക്കുമെന്ന്, അമ്പലപ്പുഴ പൊട്ടിത്തെറിക്കുമെന്ന്, ഒറ്റപ്പാലത്ത് പൊട്ടിത്തെറിക്കുമെന്ന്. CPM-ൽ ഇങ്ങനെ പൊട്ടിത്തെറി നടക്കുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി ഉപകാരപ്പെടാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ ഞങ്ങൾ പരീക്ഷിക്കുമെന്നേ. അത് ഞങ്ങളുടെ രാഷ്ട്രീയ സൗകര്യമല്ലേ, അത് ഞങ്ങൾ എടുക്കണ്ടേ? 55 ഇടങ്ങളിൽ ഒഴിച്ച് മറ്റെല്ലായിടത്തും നിങ്ങൾ ഈ പൊട്ടിത്തെറി പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, അത് ഞങ്ങൾ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിട്ട് മാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ 3-4 സ്ഥാനാർത്ഥികൾ കൊള്ളാം. ഇവിടെ ഇഷ്ടംപോലെ പൊട്ടിത്തെറി ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ കൂട്ടപ്പൊരിച്ചിൽ കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപനം എന്നാണോ? മാധു, ഞാൻ പറഞ്ഞോട്ടെ, കോൺഗ്രസിന് വേണ്ടി പറയാൻ വന്നിരിക്കുന്ന ഞാനല്ലേ? മാധു അല്ലല്ലോ. മാധു ചോദിക്കാതിരിക്കുന്നല്ലേ? ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് അടുത്ത് ചോദിക്കില്ലേ? ഞാൻ പറയട്ടെ, ഞാനാണല്ലോ പറയേണ്ടത് കോൺഗ്രസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലുള്ള പൊട്ടിത്തെറികൾ ഞങ്ങൾ തീരുമാനിച്ചോളാം, അത് ഞങ്ങൾ സെറ്റിൽ ചെയ്തോളാം. പൊട്ടിത്തെറി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ഞങ്ങൾ തീർത്തോളാം. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. ആഗ്രഹങ്ങൾ മുഴുവൻ ആളുകളുടെ ആഗ്രഹം സാധിക്കാൻ പറ്റില്ല. ആകെ 140 സീറ്റേ ഉള്ളൂ. അതിൽ ഏറ്റവും ജയസാധ്യതയുള്ള ആളുകളെ മത്സരിപ്പിക്കണം. കോൺഗ്രസിൻ്റെ മാത്രം വിജയമല്ല ഇത് കേരളത്തിലെ സാധാരണക്കാരുടെ വിജയമാണ്. UDF-ന്റെ മാത്രം വിജയമല്ലെന്നേ. ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരുടെ ആഗ്രഹവും ആശയം സ്ഥാപിച്ചു കൊടുക്കുക മാത്രമല്ല, സാധാരണക്കാരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടി വരും, കൂടുതൽ ആലോചനകൾ നടത്തേണ്ടി വരും. പൂർത്തിയാക്കട്ടെ. പോലെ ഹലോ, പെട്ടെന്ന് അല്ല, ഞാൻ ചോദിക്കട്ടെ, ജയിച്ചാൽ CPM BJP ആകുമെന്ന് വസീഫ് ഞങ്ങളെ ആക്ഷേപിച്ചു. CC മുകുന്ദൻ നിലവിൽ CPIയുടെ LDF-ന്റെ MLA ആണ്, ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ ഗഗൻ മുർമുവും മുബാഷിർ അലിയും തപ്സി മണ്ഡലും ഒക്കെ CPM-ന്റെ MLA-മാരായിരുന്നു ബംഗാളിലും ത്രിപുരയിലും. കേരളത്തിൽ അധികം പേരില്ലാത്ത കാരണം പോകുന്നില്ല, മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നവരൊക്കെ പോയി. അപ്പോൾ ഈ പോകുന്നവരുടെ എണ്ണം നോക്കിയാൽ അൽഫോൺസ് കണ്ണന്താനം തൊട്ട് മരിച്ചുപോയ പുഷ്പന്റെ അനുജൻ വരെ, സമ്പത്തിന്റെ അനിയൻ കസ്തൂരി വരെ BJP-യിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്നവരുടെ എണ്ണം നോക്കിയാൽ രാജേന്ദ്രൻ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ് മത്സരിക്കുന്നതെന്ന് വസീഫ് നോക്കിയാൽ മതി. അപ്പോൾ BJP പോകുന്നത് ഒരു മറ്റേ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ CPM-ന്റെ മാത്രം കുഴപ്പമാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. പോകും വരും, അങ്ങനെ പലരും ഉണ്ടാകും. അതല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജി. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ? സാധാരണക്കാരുടെ പക്ഷത്ത് നിൽക്കുന്ന സമര പോരാട്ടം നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ വിജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഞങ്ങൾ സമയമെടുക്കുന്നു. ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താ എന്നൊരു ചോദ്യം കൂടി അപ്പുറത്തൊന്നും. Debate with Madhu Saji.